ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6th സ്റ്റാൻഡേർഡിലെ മക്കളുടെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കുന്നത്. ആംഗിൾസ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ ആംഗിൾസിനെ കുറിച്ച്, അതായത് ആംഗിൾസ് എങ്ങനെ വരയ്ക്കാം, അതുപോലെ വ്യത്യസ്ത പ്രൊട്രാക്ടർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആംഗിൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന അതിനെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് വ്യത്യസ്ത തരത്തിലുള്ള പിക്ചേഴ്സൊക്കെ വരച്ച് നോക്കുന്നുണ്ട്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ട പാഠം കോണുകൾ എന്നുള്ള പാഠം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ STD6 ന്യൂ സിലബസ് അല്ലെങ്കിൽ STD6 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക, നിങ്ങൾക്കതിൽ കാണാം. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. When lines join, remember how we drew various shapes joining lines straight up and slanted. The section line math of the lesson Lines and Circles in the class 5 textbook. 5ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ 2 ലൈൻസ് ജോയിൻ ചെയ്താൽ ഒരു ആംഗിൾ ഉണ്ടാവും. പിന്നെ അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് ആയാലും സ്ലാൻഡഡ് ആയിട്ടുള്ള ലൈൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വ്യത്യസ്ത ഷേപ്സ് പഠിക്കാൻ നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത് സെറ്റ് സ്ക്വയേഴ്സ് ആയിരുന്നു അല്ലേ. ഈച്ച് ഓഫ് ദീസ് ഫിഗേഴ്സ് ഹാസ് 4 കോർണേഴ്സ് ആൻഡ് അറ്റ് ഈച്ച് കോർണർ 2 ലൈൻസ് മീറ്റ്. ഈ 3 പിക്ചറിലും നോക്കൂ, 2 ലൈൻസ് ജോയിൻ ചെയ്യുമ്പോൾ 2 ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു കോർണർ ഉണ്ടാവുന്നുണ്ട്. സോ 3 പിക്ചറിലും 4 ലൈൻസും ഉണ്ട്, 4 കോർണേഴ്സും ഉണ്ട്. അതായത് 4 ലൈൻസും 2 വീതം കൂട്ടിമുട്ടി 4 കോർണേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദീസ് ഡിഫറെൻറ്റ് പെയർസ് ഓഫ് ലൈൻസ് ഇൻ ദ ഫസ്റ്റ് ഫിഗർ. ആദ്യത്തെ ചിത്രത്തിലെ 4 കോർണേഴ്സാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. താഴെയുള്ള കോർണർ, മുകളിലുള്ള 2 കോർണർ, അതുപോലെ താഴെയുള്ള 2 കോർണേഴ്സ്. വാട്ട് അബൌട്ട് ദ പെയേഴ്സ് ഇൻ ദ സെക്കൻഡ് ഫിഗർ? സെക്കൻഡ് ഫിഗറിലുള്ള പെയേഴ്സ് ആണ്, അതായത് ആംഗിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്ന 4 പിക്ചേഴ്സ്. എ ഫിഗർ ഫോംഡ് ബൈ 2 ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഈസ് കോൾഡ് എൻ ആംഗിൾ. ഇത്തരത്തിൽ 2 ലൈൻസ് ജോയിൻ ചെയ്യുമ്പോൾ 2 ലൈൻസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന, കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയാം. ദസ് ഈച്ച് ഓഫ് ദ 3 ഫിഗേഴ്സ് സീൻ ഫസ്റ്റ് ഹാസ് 4 ആംഗിൾസ്. നൗ ലുക്ക് അറ്റ് ദ ബോട്ടം ലെഫ്റ്റ് കോർണേഴ്സ് ഓഫ് ദിസ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ട 3 പിക്ചറിനും എന്തുണ്ട്? 3നും 4 ആംഗിൾസ് വീതമുണ്ട്. ഇനി നമുക്ക് 3 ആംഗിൾസ്, വ്യത്യസ്ത തരത്തിലുള്ള ആംഗിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തേത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ആംഗിളാണ്, പിന്നത്തേത് കുറച്ചുകൂടെ സ്ലാൻഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ചെരിവുണ്ട്, പിന്നെ അവസാനത്തേത് നന്നായിട്ട് സ്ലാൻഡ് ചെയ്തിട്ടുണ്ട്, നല്ല ചെരിവുണ്ട്. The lines in the middle figures are a bit more spread out than the lines in the right figures, isn't it? അപ്പോൾ ലെഫ്റ്റ് ഫിഗറിലുള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടി വിടർന്നിട്ടാണ് റൈറ്റ് ഫിഗറിലുള്ള പിക്ചർ. ഇൻ ദ ലെഫ്റ്റ് ഫിഗർ ദ ലൈൻസ് ആർ സ്പ്രെഡ് ഔട്ട് ഈവൻ മോർ ആൻഡ് ദ ടോപ്പ് ലൈൻ ഈസ് സ്ട്രെയിറ്റ് അപ്പ്. അതുപോലെ ലെഫ്റ്റ് ഫിഗറിൽ ആദ്യത്തെ ലൈന് സ്ട്രെയിറ്റ് അപ്പ് ആണ്, അതായത് നമ്മൾ പെർപെൻഡിക്കുലർ ആണ്, പക്ക വെർട്ടിക്കലായിട്ടാണ് ആ ലൈന് ഉള്ളത്. So we can say that the angle on the right is the smallest, the middle one larger and the left one is the largest. അപ്പോൾ ആദ്യം കണ്ട ആ ആംഗിൾ ആണ് ഏറ്റവും വലിയ ആംഗിൾ എന്നും, അതിന് അടുത്തുള്ള രണ്ടാമത്തെ ആംഗിൾ അതിലേറെ ചെറുതും, അതിന് മൂന്നാമത്തെ ആംഗിൾ, അതിന് ശേഷമുള്ള മൂന്നാമത്തെ ആംഗിൾ വളരെ ചെറുതുമാണെന്ന് നമുക്ക് പറയാം. See these pictures. ഈ 2 ചിത്രങ്ങൾ നോക്കൂ. ഇനി ആദ്യത്തേത് നമുക്കറിയാം, ആദ്യത്തിനെക്കാട്ടിലും ആംഗിൾ കുറച്ചുകൂടെ കൂടുതലാണല്ലേ രണ്ടാമത്തത്. Which is the larger angle? The line of the angle on the right are more spread out and so it is the larger angle. റൈറ്റ് സൈഡിലുള്ള പിക്ചറിലാണ് കുറച്ചുകൂടെ വൈഡായിട്ട് ആംഗിൾ കാണിച്ചിരിക്കുന്നത്. സോ അതാണ് ലാർജർ ആംഗിൾ എന്ന് നമുക്ക് പറയാം. വാട്ട് അബൌട്ട് ദീസ് പിക്ചേഴ്സ്? ഇനി താഴെ തന്നിരിക്കുന്ന 2 പിക്ചേഴ്സ് നോക്കൂ. അത് കണ്ടാൽ നമുക്ക് ഒരുപോലെയാണ് തോന്നുന്നത്. ആംഗിൾ രണ്ടും സെയിം ആണ് എന്നാണ്, ഇതിൻ്റെ 2 ലൈൻസും തമ്മിലുള്ള സ്പ്രെഡിങ്, അതായത് വിടവ് ഒരുപോലെയാണെന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്. സോ നമുക്കത് പറയാൻ ഡിഫിക്കൾട്ടാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. ടു കമ്പയർ ദീസ് വി മസ്റ്റ് ബി ഏബിൾ ടു മെഷർ ആംഗിൾസ് എക്സാക്ട്ലി. ദർ ഇസ് എൻ ഇൻസ്ട്രുമെന്റ് ഇൻ യുവർ ജിയോമെട്രി ബോക്സ് ജസ്റ്റ് ഫോർ ദിസ്. അപ്പോൾ ഇതിലേതാണ് വലിയ ആംഗിൾ എന്ന് പറയണമെങ്കിൽ നമുക്കതിനെ കറക്റ്റായിട്ട് മെഷർ ചെയ്യണം, അളക്കണം. അപ്പോൾ അതിനായിട്ടൊരു ഇൻസ്ട്രുമെന്റ് നമ്മുടെ ജിയോമെട്രി ബോക്സിലുണ്ട്. ആ ഇൻസ്ട്രുമെന്റ് ആണ് നമുക്കിവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ പ്രൊട്രാക്ടർ എന്നാണ് വിളിക്കുക. പ്രൊട്രാക്ടർ. ഓക്കെ. സീ ദ സെവറൽ ലൈൻസ് ഓൺ ഇറ്റ്. അപ്പോൾ ഈ പ്രൊട്രാക്ടറിൽ ഒരുപാട് ലൈൻസും ഒരുപാട് നമ്പേഴ്സും എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ലൈൻ ദർ ആർ 2 numbers, 1 below the others. ലുക്ക് അറ്റ് ദ ബോട്ടം നമ്പേഴ്സ്. അപ്പോൾ മുകളിലും കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ താഴെയും കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അതായത് 0, 10, 20, 30 അങ്ങനെ അപ് ടു 180 വരെ. പിന്നെ അതുപോലെ തന്നെ 180 തൊട്ടിട്ട് അപ് ടു 0 വരെ. അപ്പോൾ ഇതിൽ താഴെയുള്ള ലൈൻസ് നോക്കുക, താഴെ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് നോക്കുക. അതായത് റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ 180 തൊട്ട് 0 വരെ.
Starting with the bottom line marked 0, there are other lines upward, and as they move up, the angles between them and the bottom line become larger and larger. The numbers at their ends show the sizes of these angles. അപ്പോൾ നമ്മൾ ഇതിൽ 0 മുതൽ 180 വരെ ഇങ്ങനെ നോക്കുമ്പോൾ നോക്കൂ, ആ ലൈൻസ് കണ്ടാൽ നമുക്കറിയാം 0 മുതൽ 10 വരെയുള്ള രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിലേറെ കുറച്ചുകൂടെ കൂടുതലാണ് 0 മുതൽ 20 വരെ അല്ലേ. അപ്പോൾ ഈ ഗ്യാപ്പാണ് എന്താണ് ആംഗിൾസ് മെഷർ ചെയ്യുന്നത്. അതായത് ഈ എഴുതിയിരിക്കുന്ന ഓരോ നമ്പേഴ്സും എന്താണ്, നമുക്ക് ആംഗിൾസ് ആണ്. ആംഗിൾസ് മെഷർ ചെയ്യുമ്പോൾ റീഡ് ചെയ്യേണ്ട നമ്പേഴ്സ് ആണ്. അപ്പോൾ 0യിൽ നിന്ന് നമ്മളിങ്ങനെ ആംഗിൾസിൻ്റെ വലുപ്പം എന്താണ് കൂടി വരുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ കൂടി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ 180 വരെ ആകുമ്പോൾ എന്താണ് സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറും. The number at the end of the first line is 10, right? We say that the angle between this line and the bottom line is 10 degree, and right 10 degree, and the angle between the bottom line and the line marked 40 is 40 degree. അപ്പോൾ ഏറ്റവും താഴെയുള്ള ഈ പ്രൊട്രാക്ടറിൻ്റെ ഏറ്റവും ബോട്ടം ലൈന്, ആ താഴെയുള്ള വരയിൽ നിന്ന് തൊട്ടടുത്ത വരയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, 10 ആണ്. തൊട്ടടുത്ത വര എഴുതിയിരിക്കുന്നത് 10 എന്നല്ലേ. സോ അത് നമുക്ക് അത്രയുള്ള ആംഗിളിൽ നിന്ന് നമുക്ക് 10 ഡിഗ്രി എന്നാണ് പറയുക. 10 എഴുതി അതിന് മുകളിൽ ചെറിയൊരു വട്ടം ഇട്ട് കൊടുത്താൽ 10 ഡിഗ്രി. അതാണ് നമുക്ക് ഫസ്റ്റ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് 10 ഡിഗ്രി ആംഗിള്. പിന്നെ അതുപോലെ 10 മുതൽ 0 മുതൽ, അതായത് ബോട്ടം ലൈന് മുതൽ, പ്രൊട്രാക്ടറിൻ്റെ ബോട്ടം ലൈന് മുതൽ 40 വരെയാണെങ്കിൽ നമ്മൾ അതിന് 40 ഡിഗ്രി എന്ന് പറയും. അതാണ് സെക്കൻഡ് പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ആംഗിൾ. 40 ഡിഗ്രിയാണ് കാണിച്ചിരിക്കുന്നത്. In other words, an angle is of 40 degree is 4 angles of 10 degree stacked up. അങ്ങനെ നമുക്ക് മറ്റൊരു തരത്തിൽ എന്ത് പറയാം, 10 ഡിഗ്രി വീതമുള്ള 10 ഡിഗ്രി വീതമുള്ള 4 ആംഗിൾസ് കൂടി ചേർന്നതാണ് 40 ഡിഗ്രി എന്ന് പറയാം. കണ്ടോ, 10 ഡിഗ്രി വീതം 4 തവണ അങ്ങനെ ആഡ് ചെയ്താൽ 40 ഡിഗ്രിയിലായല്ലേ. വി ക്യാൻ ഡ്രോ ആൻ ആംഗിൾ ലൈക്ക് ദിസ് ഓൾസോ. ഇനി നമുക്ക് ഈ ആംഗിളിനെ ഇങ്ങോട്ട് ചെരിഞ്ഞും വരയ്ക്കാം. കണ്ടോ, ഈ ഭാഗത്തേക്ക് ചെരിഞ്ഞും സ്ലാൻഡ് ചെയ്തും വരയ്ക്കാം. It is to draw and measure angles to the left that the protractor has another round of numbers on top. അപ്പോൾ ഇത്തരത്തിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ആംഗിൾസ് മെഷർ ചെയ്യാനാണ് നമുക്ക് പ്രൊട്രാക്ടറിൻ്റെ മുകൾ ഭാഗത്ത് 0 മുതൽ 180 വരെയുള്ള ആ നമ്പേഴ്സ് തന്നിരിക്കുന്നത്. Now let's see how we measure angles using a protractor. For example, see this angle. അപ്പോൾ നമുക്കിവിടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലേക്കും സ്ലാൻഡ് ചെയ്തിട്ടുള്ള 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നാണ് നെക്സ്റ്റ് പിക്ചറിൽ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. പ്ലേസ് ദ പ്രൊട്രാക്ടർ അറ്റ് ദ കോർണർ ഓഫ് ഈച്ച് ആംഗിൾ ആസ് ഷോൺ ബിലോ. പ്രൊട്രാക്ടർ എന്ത് ചെയ്യുക, അതിൻ്റെ ബോട്ടം ലൈൻ, അതിൻ്റെ താഴെയുള്ള വര ഈ നമ്മളുടെ ആംഗിളിൻ്റെ ആ കോർണർ ഉണ്ടല്ലോ, 2 ലൈൻസ് ജോയിൻ ചെയ്യുന്ന ആ പാർട്ടിൽ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ പോയിന്റ്, ആ കട്ടി കൂട്ടിയിട്ടുള്ള ആ പോയിന്റ് വെക്കുക. എന്നിട്ട് 2 ഭാഗത്തേക്കും നോക്കുക ഏത് നമ്പറിന് നേരെയാണ് മുകളിലേക്ക് വരച്ച ആ ലൈന് വരുന്നതെന്ന് നോക്കുക. Don't you see that the angle on the left is 50 degree and the angle on the right is 60 degree? We mark them as shown below. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് 50 ഡിഗ്രി, 50ക്ക് നേരെയും റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞത് 60ക്ക് നേരെയുമാണ്. സോ 50 ഡിഗ്രിയാണ് ആദ്യത്തെ ആംഗിൾ, സെക്കൻഡ് ആംഗിൾ 60 ഡിഗ്രിയാണ്. അതെങ്ങനെയാണ് എഴുതുന്നതെന്നാണ് നിങ്ങൾക്ക് രണ്ടാമത് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ തന്നിരിക്കുന്നത്. Now let's look at the angles we couldn't compare earlier. ഇനി നമ്മൾ ആദ്യം 2 ആംഗിൾസ് കണ്ടില്ലേ, അതിലേതാണ് വലുതെന്ന് നോക്കാനായിട്ട് നമ്മൾ കണ്ടല്ലോ ആംഗിൾസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിന് കറക്റ്റായിട്ട് മെഷർ ചെയ്താൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ എന്ന്. സോ ആ ആംഗിൾസാണ് നമുക്ക് ഇവിടെ താഴെ തന്നിരിക്കുന്നത്. വി ക്യാൻ സീ ദാറ്റ് ദ ആംഗിൾ ഓൺ ദ റൈറ്റ് ഈസ് 60 ഡിഗ്രി. വാട്ട് അബൌട്ട് ദ ആംഗിൾ ഓൺ ദ ലെഫ്റ്റ്? അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലുള്ള ആംഗിൾ 60 ഡിഗ്രിക്ക് നേരെയാണ് കിടക്കുന്നത്. സോ അത് 60 ഡിഗ്രിയാണ് നമുക്ക് പറയാം. ലെഫ്റ്റ് സൈഡിലുള്ള ആംഗിൾ നോക്കൂ, അത് ഇൻ ബിറ്റ്വീൻ 50 ആൻഡ് 60 ആണ് അല്ലേ. 50ക്കും 60ക്കും ഇടയിലാണ്. ഫസ്റ്റ് കാണുന്ന പിക്ചർ 50ക്കും 60ക്കും ഇടയിലാണ് കിടക്കുന്നത്. ദ സ്ലാൻഡഡ് ലൈൻ ഓഫ് ദ ആംഗിൾ പാസസ് ബിറ്റ്വീൻ 50 ആൻഡ് 60 ഓൺ ദ പ്രൊട്രാക്ടർ. ഡു യു സീ ദ സ്മോൾ ലൈൻസ് ഇൻ ദ പ്രൊട്രാക്ടർ വിച്ച് ഡിവൈഡ് ദ ഗ്യാപ്സ് ബിറ്റ്വീൻ ദ മൾട്ടിപ്പിൾസ് ഓഫ് 10 into 10 ഈക്വൽ പാർട്സ്? ഇനി നമ്മൾ അങ്ങനെ അത്തരത്തിൽ ഗ്യാപ്പിൽ വലിയ വരയ്ക്ക് നേരെ അല്ലാതെ 2 നമ്പേഴ്സിൻ്റെ ഗ്യാപ്പിലാണ് കിടക്കുന്നതെങ്കിൽ അത് നോക്കാനാണ് നമുക്ക് ഈ 2 വലിയ വരകൾക്കിടയിലുള്ള ചെറിയ ലൈൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ 2 വരകൾക്കിടയിലും 10 ചെറിയ ലൈൻസ് വീതം ഉണ്ടായിരിക്കും. അതായത് 0 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിനിടയിൽ 0 കഴിഞ്ഞിട്ട് 1 2 3 4 5 കുറച്ചുകൂടെ വലിയ വരയായിരിക്കും. പിന്നെ 6 7 8 9 10 വലിയ വരയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 10 കഴിഞ്ഞിട്ട് 11 12 13 14 15 ഉള്ളത് കുറച്ചുകൂടെ വലിയ വരയായിരിക്കും. അത് കഴിഞ്ഞിട്ട് 16 17 18 19 20 ആണ് ഏറ്റവും വലിയ വര. കണ്ടോ, അങ്ങനെയാണ് 180 വരെ ഉള്ളത്. അതായത് ഇൻ ബിറ്റ്വീൻ 2 നമ്പേഴ്സിനിടയിൽ 10 ചെറിയ ലൈൻസ് ഉണ്ട് എന്നർത്ഥം.
ഈച്ച് ഓഫ് ദം ഷോസ് എ ഡിഫറൻസ് ഓഫ് 1 ഡിഗ്രി. അപ്പോൾ ഈ ഓരോ ചെറിയ ലൈനിനെയും നമ്മൾ 1 ഡിഗ്രി വീതമാണ് ഡിഫറൻസ് വരുന്നത് എന്ന് പറയാം. ഇൻ അവർ പിക്ചർ ദ സ്ലാൻഡഡ് ലൈൻ ഗോസ് ത്രൂ ദ ഫിഫ്ത്ത് ലൈൻ ബിറ്റ്വീൻ 50 ആൻഡ് 60. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പിക്ചറിൽ 50ക്കും 60ക്കും ഇടയിലുള്ള ആ പിക്ചർ ഉണ്ടല്ലോ, ലൈന് വരുന്ന ആ പിക്ചർ, അത് 50 കഴിഞ്ഞ് 5ാമത്തെ വരയിലാണ് കിടക്കുന്നത്. സോ ദിസ് മീൻസ് ദ ആംഗിൾ ഈസ് 55. അതായത് 55 ഡിഗ്രിയാണ് ആദ്യത്തെ പിക്ചറിലുള്ള ആംഗിൾ. Now draw a line, place the square corner of the set square at one end and draw a line. The section line math of the lesson lines and circles. ഇനി നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ഒരു ലൈനിൽ നിന്ന് നമ്മൾ 90 ഡിഗ്രി വരുന്ന അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ഒരു ലൈൻ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് വെർട്ടിക്കലായിട്ടുള്ള ഒരു ലൈൻ എങ്ങനെ വരയ്ക്കാമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കുത്തനെയുള്ള വര എങ്ങനെ വരയ്ക്കാമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പിക്ചറാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. അങ്ങനെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നിങ്ങളൊരു ആംഗിൾ വരയ്ക്കുക. നൗ മെഷർ ദിസ് ആംഗിൾ യൂസിങ് ദ പ്രൊട്രാക്ടർ. ഇനി പ്രൊട്രാക്ടർ വെച്ചിട്ട് ആ ആംഗിൾ മെഷർ ചെയ്ത് നോക്കൂ. സോ ദ ആംഗിൾ അറ്റ് ദ സ്ക്വയർ കോർണർ ഈസ് 90 ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് ഓൾസോ കോൾഡ് എ റൈറ്റ് ആംഗിൾ. അപ്പോൾ ആ ആംഗിൾ അതിൻ്റെ, അതായത് സ്ക്വയർ വരുന്ന ആ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടും. ഇത്തരത്തിൽ 90 ഡിഗ്രി വരുന്ന ആംഗിൾസിനെ നമ്മൾ റൈറ്റ് ആംഗിൾ എന്നാണ് വിളിക്കുക. ഇൻ പിക്ചേഴ്സ് വി മാർക്ക് എ റൈറ്റ് ആംഗിൾ ലൈക്ക് ദിസ്. നമ്മൾ സാധാരണ ആംഗിൾസിനെ ഒരു ചെറിയ പാർട്ട് ഓഫ് സർക്കിൾ വെച്ചാണ് കാണിക്കുന്നതെങ്കിൽ റൈറ്റ് ആംഗിളിനെ നമ്മൾ ഇതുപോലെ സ്ക്വയറിലാണ് ഡിനോട്ട് ചെയ്യുക. A line making an angle of 90 degree with another line is said to be perpendicular to the first line. For example, in the picture below, both the green lines are perpendicular to the blue line. അപ്പോൾ ഇത്തരത്തിൽ 90 ഡിഗ്രി വരുന്ന ലൈൻസ് നമ്മൾ ഒരു ലൈനുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിരിക്കുന്നു എന്നാണ് പറയുക. സോ ഇവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്, നമുക്ക് എങ്ങനെ പറയാം, ഈ ബ്ലൂ ലൈനുമായിട്ട് 2 ഗ്രീൻ ലൈൻസും പരസ്പരം പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയാം. In a rectangle, any pair of sides which meet are perpendicular to each other. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ എടുക്കുമ്പോൾ നമുക്കതിൽ 4 ലൈൻസും പരസ്പരം 2 ലൈൻസ് വീതം മീറ്റ് ചെയ്യുന്ന കോർണറൊക്കെ എന്താണ്, റൈറ്റ് ആംഗിൾസ് ആണ്. അതെല്ലാം പരസ്പരം പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് പറയാം. ഡ്രോയിങ് ആംഗിൾസ്. ഇനി ആംഗിൾസ് വരയ്ക്കുന്നതാണ് നോക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഡ്രോ ആൻ ആംഗിൾ ഓഫ് സ്പെസിഫൈഡ് സൈസ് യൂസിങ് എ പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പറഞ്ഞിരിക്കുന്ന അളവിലുള്ള ആംഗിൾ വരയ്ക്കുക എന്നാണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹൗ ഡു വി ഡ്രോ ദ ആംഗിൾ അബവ് an angle shown in the figure. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 40 ഡിഗ്രി ആംഗിളാണ്. ആ ആംഗിൾ എങ്ങനെ നമുക്ക് വരയ്ക്കാം? ഫസ്റ്റ് ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ. ആദ്യം നേരെ ഒരു വര വരയ്ക്കുക. Then place the protractor at its left end as shown below and mark a point at the number 40 in it. ഇനി പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ പോയിന്റ് ഇതുപോലെ ആ ലൈൻസിലേക്ക് ബോട്ടം ലൈന് നമ്മൾ വരച്ച ലൈൻ, പ്രൊട്രാക്ടറിൻ്റെ ഏറ്റവും താഴെയുള്ള ലൈൻ ഉണ്ടല്ലോ, അത് നമ്മൾ വരച്ച ഈ ലൈനിലേക്ക് മുട്ടുന്ന രീതിയിൽ അതുപോലെ നമ്മൾ വരച്ച ലൈനുമ്പോൾ തന്നെ വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 40 പ്രൊട്രാക്ടറിൽ 40 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഒരു കുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ആ കുത്തും നമ്മൾ താഴെ വരച്ച ആ ലൈനിൻ്റെ ആ ലെഫ്റ്റ് എൻഡും തമ്മിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് 40 ഡിഗ്രി ആംഗിളുള്ള പിക്ചർ വരയ്ക്കാനായിട്ട് സാധിക്കും. Question 1. Measure and mark each angle below. താഴെ തന്നിരിക്കുന്ന 2 ലൈൻസും 4 ഉണ്ട്, അത് മെഷർ ചെയ്യുക. പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുക. സോ ആദ്യത്തെ നമുക്ക് കാണാൻ എന്താ ചെയ്യേണ്ടത്, ഈ ലൈനിലേക്ക് നമ്മളൊരു പ്രൊട്രാക്ടർ വെക്കുക. അപ്പോൾ എന്നിട്ട് ഈ ലൈന് എവിടെയാണ്, പ്രൊട്രാക്ടറിൻ്റെ ഏത് സംഖ്യയിലേക്കാണ് മുട്ടുന്നത് നോക്കൂ, 60യിലേക്കാണല്ലേ. സോ ആദ്യത്തേത് 60 ഡിഗ്രിയാണ്. രണ്ടാമത്തെ ലൈന് കാണാൻ നമ്മൾ അവിടെ ഒരു പ്രൊട്രാക്ടർ വെക്കുക. സോ 135 ഡിഗ്രിയിലേക്കാണ് എന്താണ് പ്രൊട്രാക്ടറിലെ ലൈന് കണ്ടോ, 135 ഡിഗ്രിയിലേക്കാണ്. സോ ആ ആംഗിൾ 135 ഡിഗ്രിയാണ്. ഇനി മൂന്നാമത്തെ പിക്ചർ കാണാൻ പ്രൊട്രാക്ടറിൻ്റെ ബോട്ടം ലൈന് ഈ ലൈനിലേക്ക് മുട്ടിച്ച് വെക്കുക. അപ്പോൾ നോക്കൂ, 60യിലേക്കാണ് വര വരുന്നത്. സോ 60 ഡിഗ്രിയാണ്. ഇനി നാലാമത്തെ കാണാൻ പ്രൊട്രാക്ടർ എങ്ങനെ വെക്കണം, താഴേക്ക് വെക്കണം. കണ്ടോ, താഴേക്ക് ആ ബോട്ടം ലൈനിൽ മുട്ടിച്ച് താഴേക്കാക്കി വെക്കണം. സോ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ 130 ആണ് കിട്ടുന്നത്. സോ ആംഗിൾ 130 ഡിഗ്രിയാണ്. Question 2. Draw the pictures below in the notebook. താഴെ നമുക്ക് പ്രത്യേകം ആംഗിളും ലൈനിൻ്റെ അളവും ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ട് 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അത് നോട്ട്ബുക്കിൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് നോക്കൂ. ആദ്യം നമുക്ക് വേണ്ടത് ഒരു 4 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈനാണ്. അത് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് 50 ഡിഗ്രി മാർക്ക് ചെയ്യുക. 50 ഡിഗ്രിയിലേക്ക് ഈ ലൈന് ബോട്ടം ലൈനിൻ്റെ ലെഫ്റ്റ് എൻഡും ആ 50 ഡിഗ്രിയും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി
ഇനി റൈറ്റ് എൻഡിൽ ഇതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 50 ഡിഗ്രി തന്നെയാണ്. സോ ഇവിടെ ഇതുപോലെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 50 ഡിഗ്രി എടുക്കുക. ഏത് ഭാഗമാണ് എടുക്കേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, പറഞ്ഞിരിക്കുന്ന അളവിലുള്ള ട്രയാങ്കിൾ. ഇനി അടുത്ത പിക്ചർ നോക്കാം. ആദ്യം നമുക്ക് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു ലൈന് വരച്ചു കൊടുക്കുക. സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. ഇനി പ്രൊട്രാക്ടർ എടുക്കുക. ലൈനിൻ്റെ ഈ ലെഫ്റ്റ് എൻഡിൽ നമ്മൾ വെക്കുക. ബോട്ടം ലൈൻ, പ്രൊട്രാക്ടറിൻ്റെ ബോട്ടം ലൈനിലേക്ക് മുട്ടിച്ച് വെക്കുക. അവിടെ നിന്ന് 30 ഡിഗ്രിയിൽ ഒരു ലൈന് കുത്തിയിട്ടിട്ട് ആ കുത്തും ഈ ലൈനും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 90 ഡിഗ്രിയാണ്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വേണ്ടത്. സോ 90 ഡിഗ്രിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ആ രണ്ട് ലൈൻസും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തു. മൂന്നാമത്തെ പിക്ചർ നോക്കൂ. ആദ്യം നമുക്ക് വേണ്ടത് 6 സെൻറ്റിമീറ്ററിൽ ഒരു ലൈന് വരയ്ക്കുകയാണ്. കുറച്ചുകൂടെ വ്യത്യസ്തമായ ചിത്രമാണിത്. ഇനി നമുക്ക് ഈ ലൈനിൻ്റെ ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് 20 ഡിഗ്രി മാർക്ക് ചെയ്യാം. 20 ഡിഗ്രിയിൽ നമ്മളൊരു കുത്തിട്ട് കൊടുത്തിട്ട് അത് ആ കുത്തും ഈ ലൈനിൻ്റെ ഈ അറ്റവും കൂടെ യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ താഴേക്കും ഒരു 20 ഡിഗ്രി മാർക്ക് ചെയ്യുക. പ്രൊട്രാക്ടർ താഴേക്ക് വേണം വെക്കാനായിട്ട്. ആ രണ്ടും തമ്മിൽ യോജിപ്പിക്കുക. പിന്നെ നമ്മളുടെ വരയുടെ റൈറ്റ് സൈഡിൽ നിന്നും നമ്മൾ 20 ഡിഗ്രി എടുത്തു. അവിടെ നിന്നും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി ആ രണ്ട് ലൈൻസും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗം ഉണ്ടല്ലോ, അതുവരെ മതി കേട്ടോ നമുക്ക്. പ്രൊട്രാക്ടർ ഈ റൈറ്റ് സൈഡിൽ, ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് താഴേക്കും നമ്മൾ 20 ഡിഗ്രി മാർക്ക് ചെയ്തു. അതും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത പാർട്ടൊക്കെ മായ്ച്ചു കളയാം. ആവശ്യമുള്ള ഭാഗം കുറച്ചുകൂടെ ഷാർപ്പൺ ചെയ്ത് വരച്ചു കൊടുത്താൽ തന്നിരിക്കുന്ന രൂപമാവും കേട്ടോ. ഇനി നാലാമത്തെ പിക്ചർ നോക്കൂ. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന അളവിലൊരു ലൈന് വരച്ചു കൊടുക്കാം. അതായത് 5 സെൻറ്റിമീറ്റേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. സോ 5 സെൻറ്റിമീറ്റേഴ്സിലൊരു ലൈന് വരയ്ക്കാം. ഇനി ലൈനിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് വേണ്ടത് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ ഡോട്ടും ഈ ലൈനിൻ്റെ ഈ ഭാഗം കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 60 ഡിഗ്രിയിൽ ഒരു 60 ഡിഗ്രിയിൽ ഒരു ആംഗിൾ കിട്ടും. ആ ലൈന് 3 സെൻറ്റിമീറ്റേഴ്സ് മതി എന്ന് പിക്ചറിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ 3 സെൻറ്റിമീറ്റർ വരെ വരച്ചാൽ മതി കേട്ടോ. ഇനി ആ ലൈനിൻ്റെ ആദ്യം വരച്ച ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നും നമ്മൾ 120 ഡിഗ്രി മാർക്ക് ചെയ്തു. ആ ലൈനും നമ്മൾ 3 സെൻറ്റിമീറ്റർ ആണ് വരയ്ക്കുന്നത്. എന്നിട്ട് കിട്ടിയിരിക്കുന്ന ആ രണ്ട് ലൈൻസും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പാരലലോഗ്രാം കിട്ടും. Circle division. A protractor is a semicircle, that is half a circle, right? ഈ പ്രൊട്രാക്ടർ എന്ന് പറയുന്നത് നമ്മളൊരു സർക്കിൾ വരച്ച് അതിൻ്റെ പകുതിയാണ് അല്ലേ. ഹാഫ് ഓഫ് എ സർക്കിൾ ആണ് പ്രൊട്രാക്ടർ. അതായത് 180 ഡിഗ്രിയാണ് പ്രൊട്രാക്ടർ വരുന്നത്. അത് സർക്കിളിൻ്റെ പകുതിയാണ്. The small lines in it at the very top divide the semicircle into 180 equal parts. That is, if these lines are extended to the center of the semicircle, we get 180 angles of the same size. ഈ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊട്രാക്ടറിൽ ഓരോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വരകളുണ്ട് അല്ലേ. അത് ഓരോന്നും 1 ഡിഗ്രി വീതമാണെന്ന് നമ്മൾ പറഞ്ഞു. സോ അങ്ങനെയുള്ള 180 ഈക്വൽ പാർട്സ് ആ പ്രൊട്രാക്ടറിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 180 പാർട്സും ഈ പ്രൊട്രാക്ടറിൻ്റെ അല്ലെങ്കിൽ ആ സെമി സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് 180 ആംഗിൾസ് കിട്ടും. We have already mentioned that the size of each of these angles is 1 degree. Thus, if in a semicircle we draw 181 equally spaced radii, then the angle between two nearby radii would be 1 degree. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആംഗിളും തമ്മിലുള്ളത് 1 ഡിഗ്രി ആണ്. ഓരോ ആംഗിളിൻ്റെയും മെഷർമെൻ്റ് എന്ന് പറയുന്നത്. സോ രണ്ട് റേഡിയസ് നമ്മൾ 180 വരെയുള്ള രണ്ട് റേഡിയസ് ആക്കി വരയ്ക്കണം. അപ്പോൾ നമുക്ക് റേഡിയസ് എന്താണെന്ന് അറിയാം അല്ലേ. എന്താണ്, സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് നമ്മൾ സർക്കിളിൽ നിന്നും വരയ്ക്കുന്ന ആ ലൈനാണ് റേഡിയസ്. സോ അങ്ങനെയുള്ള രണ്ട് റേഡിയസ് തമ്മിൽ നമ്മൾ രണ്ട് റേഡിയസ് ഒരുമിച്ച് വരയ്ക്കുകയാണെങ്കിൽ 1 ഡിഗ്രി ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ട് റേഡിയസ് വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പ്രൊട്രാക്ടറിൻ്റെ ആ രണ്ട് ലൈൻസ് ഉണ്ടല്ലോ, ആദ്യത്തെ രണ്ട് ചെറിയ ലൈൻസ്, ആ രണ്ട് ലൈൻസും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് വരച്ചു എന്ന് വിചാരിക്കുക. പ്രൊട്രാക്ടർ എന്ന് പറയുന്നത് ഒരു സെമി സർക്കിളാണ് നമ്മൾ പറഞ്ഞു. സോ ഒരു സെമി സർക്കിളിൻ്റെ അല്ലെങ്കിൽ സർക്കിളിൻ്റെ സെൻട്രൽ പോയിന്റിലേക്ക് വരയ്ക്കുന്ന രണ്ട് റേഡിയസ് ആണ് അതെന്ന് നമുക്ക് പറഞ്ഞൂടെ. സോ ആ രണ്ട് റേഡിയസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ഡിഗ്രി ആംഗിൾ ആണ്.
ദിസ് ഈസ് യൂഷ്വലി സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് എ ഫുൾ സർക്കിൾ ഇൻസ്റ്റെഡ് ഓഫ് എ സെമി സർക്കിൾ. ഇത് ശരിക്കും ഒരു സെമി സർക്കിൾ എന്ന കൺസെപ്റ്റിന് പകരം നമ്മൾ ഒരു ഫുൾ സർക്കിളിന്റെ കൺസെപ്റ്റ് ആയിട്ടാണ് പറയുക. ഇഫ് ഇൻ എ സർക്കിൾ 360 ഈക്വലി സ്പേസ്ഡ് റേഡി ആർ ഡ്രോൺ, ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ എനി ടു നിയർ ബൈ റേഡി ഈസ് 1 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഒരു പ്രൊട്രാക്ടർ അല്ലെങ്കിൽ ഒരു സെമി സർക്കിളിന്റെ മുഴുവൻ മെഷർമെന്റ് എന്ന് പറയുന്നത് 180 ആണെങ്കിൽ ഒരു ഫുൾ സർക്കിളിന്റെ മെഷർമെന്റ് എത്രയായിരിക്കും? 360 ആയിരിക്കും അല്ലേ? അത് പ്രൊട്രാക്ടർ മുകളിലും താഴെയും രണ്ട് പ്രൊട്രാക്ടർ നമ്മൾ ഒരുമിച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഒരു വട്ടം അല്ലെങ്കിൽ ഒരു സർക്കിൾ നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടില്ലേ? അതായത് 180 + 180 = 360 ആണ്. ഈ 360 ഡിഗ്രി ഉള്ള ഒരു സർക്കിളിന്റെ അടുത്തടുത്തുള്ള രണ്ട് റേഡിയസ് 1 ഡിഗ്രി വീതമുള്ള റേഡിയസ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ഈ രണ്ട് റേഡിയസ് തമ്മിലുള്ള ഗ്യാപ്പ് എന്താണ്? 1 ഡിഗ്രി ആണ്. The side of a 1 degree angle are very close to each other, right? To see this angle, we will have to extend the sides quite a bit. ഇപ്പോൾ നമ്മൾ 1 ഡിഗ്രി വീതമുള്ള 1 ഡിഗ്രി ഗ്യാപ്പിലുള്ള ആ രണ്ട് ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ പ്രൊട്രാക്ടറിൻ്റെ ആ രണ്ട് കുഞ്ഞു ലൈൻസ് ഒരുമിച്ചുള്ള ആ ലൈൻസ് ഉണ്ടല്ലോ, അത് രണ്ടും നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അത് തമ്മിൽ കൂട്ടിമുട്ടാൻ അല്ലെങ്കിൽ അത് തമ്മിലുള്ള ആ ഡിഗ്രീൻ്റെ ആ ആംഗിൾ 1 ഡിഗ്രി ആംഗിൾ കാണാൻ നമുക്ക് ആ ലൈൻസ് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. ഒരുപാട് നീട്ടി വരച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ലൈൻസിൻ്റെ തമ്മിലുള്ള ഗ്യാപ്പ് മനസ്സിലാവൂ. അല്ല ചെറിയ ആംഗിൾ വരയ്ക്കുകയാണെങ്കിൽ, ചെറിയ ലൈന് വരയ്ക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, അത് ഒറ്റൊരു സിംഗിൾ ലൈനായിട്ടേ നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ 1 ഡിഗ്രി ആംഗിൾ വരുന്ന പിക്ചറാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. നോക്കൂ, ആ രണ്ട് ലൈൻസ് ഒരുപാട് നീട്ടി വരയ്ക്കുമ്പോഴാണ് നമുക്ക് ആ 1 ഡിഗ്രി ആംഗിൾ ശരിക്കും കാണാനായിട്ട് പറ്റൂ. We have said above can be put the other way around. In a circle, we can draw 360 radii 1 degree apart and they divide the circle into 360 equal parts. What if we draw radii 10 degree apart? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? 1 ഡിഗ്രി വീതമുള്ള ഒരു സർക്കിളിൽ 1 ഡിഗ്രി വീതമുള്ള 360 റേഡിയസുകൾ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു സർക്കിളിനെ 360 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് 1 ഡിഗ്രി വീതമുള്ള ഈക്വൽ പാർട്സ് ആക്കിയിട്ട് നമുക്ക് മാറ്റാം എന്ന് നമുക്ക് പറയാം. What if we draw radii 10 degree apart? We get 36 radii which divide the circle into 36 equal parts. ഇനി 10 ഡിഗ്രി വീതമുള്ള റേഡിയസ് ആകളാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 10 ഡിഗ്രി വീതമുള്ള 36 റേഡിയസുകൾ നമുക്ക് കിട്ടും. അതായത് രണ്ട് ലൈൻസ് തമ്മിൽ 10 ഡിഗ്രി വീതമാണ് ആംഗിൾസ് വരുന്നതെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള 36 ലൈൻസ് അല്ലെങ്കിൽ 36 റേഡിയസുകൾ വരയ്ക്കാം എന്ന് പറയാം. ആൻഡ് റേഡിയൈ 60 ഡിഗ്രി അപ്പാർട്ട്, നമുക്കിനി 60 ഡിഗ്രി വീതമുള്ള റേഡിയസുകളാണെങ്കിൽ വരയ്ക്കുന്നത്. സിൻസ് 360 ഡിവൈഡഡ് ബൈ 60 = 6, വി ഗെറ്റ് 6 റേഡിയൈ ആൻഡ് 6 ഈക്വൽ പാർട്സ് ഓഫ് ദ സർക്കിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 60 ഡിഗ്രി വീതമുള്ള എത്ര പാർട്ടാക്കാം? സർക്കിളിനെ 6 പാർട്ടുകളാക്കാം. അതായത് 360 ഡിവൈഡഡ് ബൈ 60 = 6. അപ്പോൾ നമുക്ക് ആ സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കി മാറ്റാം. If we join the ends of these radii, we get a 6-sided figure. ഇങ്ങനെ നമ്മൾ 6 ഡിഗ്രി വീതമുള്ള ലൈൻസ് ഈ സർക്കിളിൽ വരച്ചു. ഇനി എന്ത് ചെയ്യുക? ഈ സർക്കിളിലേക്ക് ജോയിൻ ചെയ്ത ആ ഡോട്ട്സുകൾ ഉണ്ടല്ലോ, ആ ഡോട്ട്സുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് 6 സൈഡുകളുള്ള 6 സൈഡ്സ് ഉള്ള ഒരു ഷേപ്പ് കിട്ടും. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? 6 സൈഡ്സ് ഉള്ള ഷേപ്പിനെ ഹെക്സഗൺ എന്നാണ് വിളിക്കുക. Remember drawing this figure using 3 circles in class 5. So drawing these pictures from the class 5 textbook is now a little easier. അപ്പോൾ ഈ പിക്ചർ നമ്മൾ 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ടായിരുന്നു, സെറ്റ് സ്ക്വയറും കോമ്പസ് ഒക്കെ വെച്ചിട്ടായിരുന്നു ഈ പിക്ചർ വരച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രൊട്രാക്ടർ പഠിച്ചതുകൊണ്ട് നമുക്ക് ഈ പിക്ചേഴ്സ് വരയ്ക്കാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മാറി. എ 5-sided figure, വാട്ട് ആംഗിൾ ഷുഡ് ബി ടേക്ക്? ഇനി 5 സൈഡുള്ള ഫിഗറാണ് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ വരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഡിഗ്രി വീതം എടുക്കേണ്ടി വരും? സിമ്പിളാണ്. 360 ഡിവൈഡഡ് ബൈ 5 = 72 ഡിഗ്രി വീതം എടുക്കേണ്ടി വരും. 72 ഡിഗ്രി വീതമുള്ള ലൈൻസ് അല്ലെങ്കിൽ റേഡിയസുകൾ വരയ്ക്കുക, റേഡിയസിൻ്റെ ഗ്യാപ്പ് ആംഗിൾസ് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഡോട്ട്സ് സർക്കിളിലേക്ക് കൂട്ടിമുട്ടിയ ആ ഡോട്ട്സ് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 5 സൈഡുള്ള ഷേപ്പ് അഥവാ പെൻറ്റഗൺ കിട്ടും. To get the figure upright without tilting, first draw a horizontal radius and a radius making an angle of 90 minus 72 = 18 degree with it. Then the radii 72 degree apart can be drawn.
ഇനി നമുക്ക് ചരിവില്ലാതെ ആണ് എന്താണ് ആ ഷേപ്പ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിലാണ് വരയ്ക്കുന്ന മെത്തേഡാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഹൊറിസോണ്ടലി ഒരു ലൈൻ വരയ്ക്കുക, പിന്നെ 90 - 72 = 18 മാർക്ക് ചെയ്യുക. അതിനുശേഷം 72 എന്ത് ചെയ്യുക, ഗ്യാപ്പ് വീതം ഇട്ടിട്ടുള്ള ഡോട്ട്സ് ഇട്ടിട്ട് അത് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കാം. ക്വസ്റ്റ്യൻ 1, ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ കാൽക്കുലേറ്റ് വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് ദ സർക്കിൾ ആർ ദ യെല്ലോ ആൻഡ് ഗ്രീൻ പാർട്സ്. താഴെ നമുക്ക് ഒരു സർക്കിളിൽ ഗ്രീൻ സർക്കിളാണ്, അതിലൊരു യെല്ലോ പാർട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ യെല്ലോ പാർട്ട് എത്രയാണ്, ഗ്രീൻ പാർട്ട് എത്രയാണെന്നാണ് എഴുതേണ്ടത്. സോ നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ടോട്ടൽ പാർട്സ് എന്ന് പറയുന്നത് 360 ആണല്ലേ. അതിൽ ഒന്നാമത്തെ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് 20 ആണ് നമുക്ക് മാർക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. അതായത് 20 ആംഗിൾ ഉള്ളൊരു പോർഷനാണ് തന്നിരിക്കുന്നത്. സോ യെല്ലോ പാർട്ട് ടോട്ടൽ പാർട്സ് എന്ന് പറയുമ്പോൾ എത്രയാകും, 360/20 = 18. അതിനെ 18 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ടാണ് ഈ യെല്ലോ പാർട്ട്. മനസ്സിലായോ? സോ യെല്ലോ പാർട്ട് 1/18 ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ പാർട്ട് എത്രയായിരിക്കും, 17/18. 18-ൽ ഒരു പാർട്ട് യെല്ലോ ആയി, ബാക്കി 17 ഭാഗവും എന്താണ്, ഗ്രീൻ ആണ്. രണ്ടാമത്തേത് 24 ഉള്ള ഒരു ആംഗിളാണ് തന്നിരിക്കുന്നത്. സോ ടോട്ടൽ പാർട്സ് ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് 360/24 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 15. സോ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് 1/15 ആണ്, ബാക്കി ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത് 14/15 ആണ്. മൂന്നാമത്തേത് നോക്കൂ, 54 യെല്ലോ പാർട്ടുള്ള ഒരു ആംഗിൾ അവിടെ തന്നിട്ടുണ്ട്. സോ ഇത് എത്രയാണ്, ടോട്ടൽ പാർട്ട് 54/360 ആണ്. അതായത് 360യെ നമുക്ക് 54 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല, മുഴുവനായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. സോ 360യിൽ 54 പാർട്സ് ആണ് ഈ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ചെറുതാക്കി എഴുതാം. രണ്ടിനെയും ചെറുതാക്കിയാൽ 27/180 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, പിന്നെ വീണ്ടും അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 3/20 എന്ന് വരും. സോ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് 3/20 ആണ്. സോ ഗ്രീൻ പാർട്ട് എത്ര ഉണ്ടായിരിക്കും, 20യിൽ 3 ഭാഗം യെല്ലോ ആണെങ്കിൽ ബാക്കി 17 പാർട്സും ഗ്രീൻ ആണ്. സോ 17/20 പാർട്സ് ഗ്രീൻ ആണ്. അടുത്ത പിക്ചർ നോക്കൂ, 80 ആണ് യെല്ലോ പാർട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ 360/80 നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് 80/360 ആണ്. 360യിൽ 80 പാർട്സ്. ഓക്കെ, ഇതിനെ രണ്ടിനെയും ചെറുതാക്കി വരുമ്പോൾ നമുക്ക് 2/9 എന്ന് കിട്ടും. സോ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് ഈ സർക്കിളിനെ 9 പാർട്സ് ആക്കിയതിൽ 2 ഭാഗമാണ്. ബാക്കി ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത് 7/9 ആണ്. അടുത്ത ചിത്രം 108 ആണ് സർക്കിളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് 360/108 ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, 108/360. അതായത് 360, ആകെ 360 ഭാഗമുള്ളതിൽ 108 ഭാഗം. ഇതിനെ രണ്ടിനെയും ചെറുതാക്കാം. ആദ്യം രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 54/180 എന്ന് വരും. പിന്നെയും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 3/10 എന്ന് വരും. സോ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് ഈ സർക്കിളിനെ 10 ഭാഗങ്ങളാക്കിയതിൽ 3 ഭാഗമാണ്. ഗ്രീൻ പാർട്ടോ 7/10, 10 ഭാഗങ്ങളിൽ 3 ഭാഗം യെല്ലോ ആണെങ്കിൽ ബാക്കി ഗ്രീന്. ഇനി 150 ആണ് അവസാനത്തേത്. സോ അതിൽ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് 150/360. രണ്ടിനെയും 0 വെച്ച് നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പോൾ 15/36. രണ്ടിനെയും 5 വെച്ച് നമ്മൾ 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തു. സോ 5/12 എന്ന് വരും. അപ്പോൾ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് ഈ സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 5 പാർട്സ് ആണ്. അപ്പോൾ ഗ്രീനോ 7/12, ബാക്കി ഭാഗം ഗ്രീൻ ആണ്. അതായത് 12 ഭാഗത്തിൽ 5 ഭാഗം മഞ്ഞയാണെങ്കിൽ യെല്ലോ ആണെങ്കിൽ ബാക്കി 7 ഭാഗം ഗ്രീൻ ആണ്. Question 2, mark each of the fractions below as part of a circle and color the picture. താഴെ നമുക്ക് കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. അതിനെ സർക്കിളിൻ്റെ പാർട്ടുകളാക്കിയിട്ട് കാണിക്കുന്ന രീതിയിൽ പിക്ചറൈസേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ആ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ എത്രയാണോ അത്രയും പാർട്ട് നമ്മളോട് കളർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേത് 3/8 ആണ്. അതായത് നമ്മളൊരു സർക്കിൾ വരയ്ക്കുക, അതിന് 8 ഈക്വൽ പാർട്സ് ആക്കുക. 8ൽ 3 ഭാഗമാണ് കളർ കൊടുക്കേണ്ടത്. സോ 8 ഈക്വൽ പാർട്സ് എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ എത്ര വരും, 360/8 അല്ലേ. 360/8 എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ ഏകദേശം 45 ആണ് വരിക. സോ 45 നമ്മൾ എന്ത് ചെയ്യുക, 45 വീതമുള്ള 3 ആംഗിൾസ് നമ്മൾ സർക്കിളിനുള്ളിൽ വരയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലി 45 × 3 എത്രയാണ്, 135. അത് അങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ട് അതൊറ്റയടിക്ക് അത് ഷെയ്ഡ് ചെയ്താലും മതി കേട്ടോ. ഞാനിവിടെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 45 വീതമുള്ള 3 ഈക്വൽ ആംഗിൾസ് നമ്മൾ ഈ സർക്കിളിനുള്ളിൽ ഉണ്ടാക്കി അതിനുശേഷം ആ പാർട്ട് എന്ത് ചെയ്തു,
കളർ കൊടുത്തു. അപ്പോൾ ഇതാണ് 3/8 എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 2/5 ആണ്. അതായത് ഒരു സർക്കിളിനെ 5 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 2 പാർട്സ് ഷെയ്ഡ് ചെയ്യണം. സോ 5 ഈക്വൽ പാർട്സ് എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ എത്ര വരും? 72 വരും. അതായത് 360 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 72 ഡിഗ്രി വീതം വരും. അങ്ങനെ 72 ഡിഗ്രി വീതമുള്ള 2 ആംഗിൾസ് നമ്മൾ എന്ത് ചെയ്യുക? ഒരുമിച്ച് ഈ സർക്കിളിനുള്ളിൽ വരയ്ക്കുക. ആ 2 ആംഗിൾസ് നമ്മൾ ഷെയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ കളർ കൊടുക്കുക. അപ്പോൾ തന്നിരിക്കുന്ന ഈ കളർ കൊടുത്ത ഈ ഭാഗമാണ് എന്ത്? 2/5 എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫ്രാക്ഷൻ വരുന്നത് 4/9 ആണ്. അതായത് ഒരു സർക്കിൾ വരച്ച് അതിനെ 9 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 4 ഭാഗം. 9 ഈക്വൽ പാർട്സ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം 360/9 ഈക്വൽ ടു 40 ഡിഗ്രി വരും. സോ 40 ഡിഗ്രി വീതമുള്ള 4 ആംഗിൾസ് നമ്മൾ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ വരയ്ക്കുക. 4 ആംഗിൾസ് വരച്ചിട്ട് ആ 4 ആംഗിൾസിന് നമ്മൾ ഷെയ്ഡ് കൊടുക്കുക. അപ്പോൾ കളർ ചെയ്യുമ്പോൾ ഏകദേശം എന്താ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 40 × 4 എന്താണ് 160 ഡിഗ്രി അങ്ങനെ മാർക്ക് ചെയ്ത് വരച്ചാലും മതി കേട്ടോ. ഇതാണ് 4/9 വരുന്നത്. അടുത്ത പിക്ചർ വരുന്നത് 5/12 ആണ്. അതായത് സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 5 പാർട്ട് കളർ കൊടുക്കണം. അപ്പോൾ 12 ഈക്വൽ പാർട്സ് എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ വരുന്നത് 30 ഡിഗ്രിയാണ്. അതായത് 360/12 വിച്ച് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രിയാണ്. സോ 30 ഡിഗ്രി വീതമുള്ള നമ്മൾ 5 ആംഗിൾസ് മാർക്ക് ചെയ്ത് വരയ്ക്കണം. ഈ 5 ആംഗിൾസ് ഒരുമിച്ച് ഷെയ്ഡ് കൊടുക്കുക, കളർ കൊടുക്കുക. അതാണ് 360യെ 12 പാർട്സ് ആക്കിയതിൽ 5 പാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ വരയ്ക്കുന്ന ഓരോ ലൈൻസും ഓരോ റേഡിയസും അതിനടുത്ത ലൈന് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ റേഡിയസിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് വരയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കിത് 30 × 5 150 അങ്ങനെ 150 എടുത്തിട്ട് വരച്ചാലും മതി. അവസാനത്തെ പിക്ചർ വരുന്നത് 5/24 ആണ്. അതായത് സർക്കിളിനെ നമ്മൾ 24 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 5 ഭാഗം. അപ്പോൾ 24 ഈക്വൽ പാർട്സ് എന്ന് പറയുമ്പോൾ 360/24 ഈക്വൽ ടു 15 ഡിഗ്രിയാണ് കേട്ടോ. സോ 15 ഡിഗ്രി വീതമുള്ള 5 ആംഗിൾസ് നമ്മൾ ഈ സർക്കിളിനുള്ളിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് കളർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ 15 × 5 അങ്ങനെ ചെയ്താലും മതി. എന്നിട്ട് ഒറ്റ ആംഗിൾ വരച്ചാൽ മതി. ഓക്കെ, അങ്ങനെ വരയ്ക്കാം. അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ 15 ഡിഗ്രി വീതമുള്ള 5 ആംഗിൾസ് വരച്ച് അവസാനം അത് ഒരുമിച്ച് കളർ കൊടുത്താലും മതി. ക്വസ്റ്റ്യൻ 3 ഡ്രോ ദ പിക്ചേഴ്സ് ബിലോ. താഴെ നമുക്ക് 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അത് നമ്മളുടെ പ്രൊട്രാക്ടറും സ്കെയിലും ഒക്കെ ഉപയോഗിച്ച് അത് വരയ്ക്കുക. ആദ്യത്തെ പിക്ചർ നമുക്ക് നോക്കാം. അതിന് നമുക്ക് ആദ്യം പുറത്തൊരു പെൻറ്റഗൺ അല്ലെങ്കിൽ 5 സൈഡുള്ള ഒരു ഷേപ്പാണല്ലേ വരുന്നത്. സോ നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരച്ച് അതിനെ 5 ഈക്വൽ പാർട്സ് ആക്കണം. 5 ഈക്വൽ പാർട്സ് എന്ന് പറയുമ്പോൾ 360/5 ഈക്വൽ ടു 72 ആണ്. സോ 72 ഡിഗ്രി വീതമുള്ള 5 ആംഗിൾസ് നമ്മൾ വരച്ച ആ സർക്കിളിനുള്ളിൽ ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ 72ൽ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്ത് എന്ത് ചെയ്യുക, ആ ഡോട്ട്സ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ 5 സൈഡ്സ് ഉള്ള പെൻറ്റഗൺ ആക്കി മാറ്റണം. അതിന് നമ്മൾ സർക്കിളിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്ത ആ പോയിന്റ്സ് ഉണ്ടല്ലോ, ആ 5 പോയിന്റ്സ്, ആ 5 പോയിന്റ്സും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നേരെയുള്ള പെൻറ്റഗൺ ആണ് വേണ്ടതെങ്കിൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന്, അതായത് ടിൽറ്റ് ഒന്നും ഇല്ലാത്ത, ചരിവൊന്നും ഇല്ലാത്ത പെൻറ്റഗൺ ആണ് വേണ്ടതെങ്കിൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടല്ലേ. 90 - 72 18 ഡിഗ്രി ആദ്യം വരച്ചിട്ട് അതിനുശേഷം ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതുപോലെ ഒന്നിടവിട്ട കോളങ്ങളിലേക്ക് ഇങ്ങനെ വരച്ചിട്ട് ഇതിനൊരു സ്റ്റാർ ആക്കി മാറ്റണം. നക്ഷത്രം വരയ്ക്കാൻ അറിയാലോ നിങ്ങൾക്ക്, ഈ സ്റ്റാർ വരയ്ക്കാൻ അറിയാലോ. അപ്പോൾ ഈ സ്റ്റാർ ആക്കി വരയ്ക്കുക. പിന്നെ നമുക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കളർ കൊടുക്കാം. അപ്പോൾ നമുക്ക് അതുപോലെയുള്ള ഷേപ്പ് തന്നെ കിട്ടും കേട്ടോ. രണ്ടാമത്തെ ചിത്രം വരയ്ക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു റേഡിയസിലുള്ള സർക്കിൾ വരയ്ക്കുക. നമുക്കതിൻ്റെ പ്രൊട്രാക്ടർ വെക്കാനുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ റേഡിയസ് ആദ്യം വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനെ വീണ്ടും 5 സൈഡ്സ് ഉള്ള, കാരണം ഒരു സ്റ്റാർ ആണ് ഉണ്ടാക്കേണ്ടത്, അപ്പോൾ 5 സൈഡ്സ് ഉള്ള 5 ആംഗിൾസ് നമ്മൾ അതിൽ വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ 5 ആംഗിൾസ് ആണെങ്കിൽ 360/5 72 ഡിഗ്രി വീതമുള്ള 5 ലൈൻസ് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമ്മൾ ഈ ഡോട്ട്സ് ജോയിൻ ചെയ്ത് പെൻറ്റഗൺ ഉണ്ടാക്കുക.
പിന്നെ നമുക്ക് ഈ പെൻറ്റഗണിനുള്ളിൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ സ്റ്റാർ ആക്കണം. അപ്പോൾ ആവശ്യമില്ലാത്ത പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ തന്നെ എറേസ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ലൈൻസ് ഒന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ സ്റ്റാർ ആക്കി കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമ്മൾ പുറത്തുള്ള ഈ സർക്കിളും പിന്നെ ഉള്ളിലുള്ള ആ സ്റ്റാറിൻ്റെ പോർഷൻസൊക്കെ ഒന്ന് എറേസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം വെച്ചാൽ മതി. പിന്നെ ഈ സ്റ്റാറിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു ചെറിയ സ്റ്റാർ വരയ്ക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അറിയാലോ സ്റ്റാർ എങ്ങനെയാണ് വരയ്ക്കുക. ഒന്നിടവിട്ട കോളങ്ങൾ ഇങ്ങനെ വരച്ച് ട്രയാങ്കിൾസ് ആക്കിയിട്ട് മാറ്റുക. എന്നിട്ട് ഇതിലും ആവശ്യമില്ലാത്ത പോയിൻറ്റ്സൊക്കെ മായ്ച്ചു കളഞ്ഞ് ആവശ്യമുള്ള പോയിൻറ്റ്സ് ഒന്ന് ഷാർപ്പൻ ചെയ്തെടുത്ത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലുള്ള കളർ കൊടുക്കുക. മൂന്നാമത്തെ പിക്ചർ നമുക്ക് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പിക്ചറാണ്. ഇതുവരെ നമ്മൾ 5 സൈഡ് ആയിരുന്നു വരച്ചത്. ഇത് 8 സൈഡ്സ് ആണ്, അതായത് ഒക്ടഗൺ ആണ് വരയ്ക്കുന്നത്. അപ്പോൾ 8 സൈഡ് ആകുമ്പോൾ 360 ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു 45 ഡിഗ്രി വീതമുള്ള ആംഗിൾസ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ അതൊരു റേഡിയസ് നമ്മളിങ്ങനെ വരച്ചു. പിന്നെ ആ റേഡിയസിൽ നിന്ന് വീണ്ടും പ്രൊട്രാക്ടർ വെച്ച് ഒരു 45 ഡിഗ്രി മെഷർ ചെയ്തിട്ട് അതിലേക്ക് വീണ്ടും ഒരു റേഡിയസ് വരച്ചു കൊടുത്തു. പിന്നെ ഇപ്പോൾ വരച്ച റേഡിയസിൽ നിന്ന് പ്രൊട്രാക്ടർ വെച്ചിട്ട് 45 എടുത്ത് വീണ്ടും ഒരു റേഡിയസ് വരച്ചു കൊടുത്തു. അങ്ങനെ 8 റേഡിയസ് നമ്മൾ കംപ്ലീറ്റ് ആക്കുക. ഈ 8 റേഡിയസ് കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സർക്കിളിലേക്ക് ടച്ച് ചെയ്ത ആ പോയിന്റ്സ് ഉണ്ടല്ലോ, 8 പോയിന്റ്സ്, ആ 8 പോയിന്റ്സും നമ്മൾ പരസ്പരം ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒക്ടഗൺ കിട്ടും, അല്ലെങ്കിൽ 8 സൈഡുള്ള ഷേപ്പ് കിട്ടും. ഈ 8 സൈഡഡ് ഷേപ്പിനെയാണ് നമ്മൾ ഒക്ടഗൺ എന്ന് വിളിക്കുക. എന്നിട്ട് പുറത്തുള്ള ആ സർക്കിളും ഉള്ളിൽ നമ്മൾ വരച്ച ആ ലൈൻസും ഒക്കെ ഒന്ന് മായ്ച്ചു കളയുക. ശേഷം ഇതുപോലെ 2 കോളംസ് ഇടവിട്ട രീതിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാനിത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ നമുക്ക് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള കളർ കൊടുക്കാം. നാലാമത്തെ പിക്ചർ വരയ്ക്കാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. ഇതിലും നമുക്ക് 8 സൈഡുള്ള ഒക്ടഗൺ ആണ് വേണ്ടത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ 45 ഡിഗ്രിയിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് ആംഗിൾ മെഷർ ചെയ്തിട്ട് 8 റേഡിയസുകൾ വരച്ചു കൊടുത്ത് എന്ത് ചെയ്യുക, ആ റേഡിയസ് ഫുള്ള് ജോയിൻ ചെയ്ത് കൊടുക്കുക. സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ആ റേഡിയസ് ഫുള്ള് ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒക്ടഗൺ കിട്ടും. എന്നിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത പോർഷൻസൊക്കെ ഒന്ന് മായ്ച്ചിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ 2 ഇടവിട്ട 2 കോളംസ് ഏതൊക്കെ ലൈൻസാണ് ജോയിൻ ചെയ്തതെന്ന് നോക്കുക കേട്ടോ. എന്നാൽ നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് ഇതാണ്. ഇത്രയും പോർഷൻസ് ജോയിൻ ചെയ്ത് വരച്ചിട്ട് ആ പോർഷൻസ് പറഞ്ഞിരിക്കുന്ന കളർ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. സിമ്പിൾ ചാപ്റ്ററാണ്. ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 6th സ്റ്റാൻഡേർഡിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്